ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് നല്ല സുഖം തന്നെ കേട്ടോ. അപ്പോൾ ഇതാ കുറേ ആയി വീഡിയോ എല്ലാം ചെയ്തിട്ട് തന്നെ പിന്നെ ചെറിയ ആൾ വന്നതിന് ശേഷം എന്താ പറയുക ഭയങ്കര ബിസി ആയിപ്പോയി. വീഡിയോ എടുത്തിട്ടെല്ലാം വെക്കും, പിന്നെ എഡിറ്റാക്കിയിട്ട് ഇടാമെന്നെല്ലാം വിചാരിച്ചിട്ട്. പക്ഷേ കുഞ്ഞല്ലേ, കരയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇതായിട്ടാകുമ്പോൾ അങ്ങനെ ലൈഫെല്ലാം ബിസി ആയിപ്പോയി. അങ്ങനെ വീഡിയോ എല്ലാം എന്താ പറയുക പെൻഡിങ് ആണ്. എന്തായാലും മെല്ലെ മെല്ലെ വീഡിയോസ് എല്ലാം ഇടാം. പെട്ടെന്ന് അങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോ എല്ലാം എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുവിൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലാണ്. അപ്പം മോള് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക ഓൾക്ക് ഇഷ്ടപ്പെട്ട തീമിൽ ഓള് വിചാരിച്ച പോലത്തെ ഒരു തീമിലാണ് കേട്ടോ ബർത്ത്ഡേ ആക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ രാത്രി തന്നെ ഏകദേശം ബലൂണെല്ലാം കുറച്ചെല്ലാം ഞങ്ങൾ ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന്. ബാക്കിയെല്ലാം രാവിലെയാണ് കേട്ടോ നമ്മൾ ഡെക്കറേറ്റ് എല്ലാം ചെയ്യുന്നുണ്ടായത്. എന്താണെങ്കിലും വൈകുന്നേരം ആകുമ്പോൾ ഗസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നിട്ടുള്ളത്. അപ്പോൾ അപ്പോഴത്തേക്ക് എല്ലാം നമുക്ക് റെഡിയാക്കണം. അപ്പം രാവിലെ തന്നെ കിച്ചണിൽ എനിക്കെല്ലാം കുറച്ചെല്ലാം പണി ഉണ്ടായിന്, ബാക്കിയുള്ളവരെല്ലാം കൂടിയിട്ടാണ് കേട്ടോ ഇതാക്കിയത്. അപ്പോൾ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഡെക്കറേഷനെല്ലാം കഴിഞ്ഞ് ഞാൻ മോളെല്ലാം റെഡിയാക്കി. പിന്നെ ഓളെ ഫ്രണ്ട്സ് എല്ലാം വരുന്നുണ്ടായിന് കേട്ടോ. വീഡിയോസ് എല്ലാം വലിയ ലെങ്ത്തിൽ എടുക്കണമെന്നുണ്ടായിന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞു മോള് കരയുന്നതുകൊണ്ട് പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓള് എടുത്തിട്ടാണ് കേട്ടോ നടക്കൽ. അപ്പോൾ കൈന്നങ്ങനെ പറ്റുന്ന അങ്ങനെ രീതിയിലെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഓളെ ഫ്രണ്ട്സ് എല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ ഓൾക്ക് ഇഷ്ടമായിട്ടുള്ള കൊറോമി തീമിൽ, അതായത് ബ്ലൂ ബ്ലാക്ക് അങ്ങനത്തെ എല്ലാം ഒരു തീമിലാണ് കേട്ടോ ഇതാ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഓള് ബ്ലൂ കളറും പിന്നെ നമ്മൾ ഫാമിലി റെഡ് കളറിൽ അങ്ങനെയാണ് കേട്ടോ ഇത് എന്താ പറയുക ഡ്രസ്സ് ആക്കിയിട്ടുണ്ടായത്. എന്തായാലും നല്ല അടിപൊളിയായി ഡെക്കറേറ്റ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട്സ് കോറിഡോറിലെ ഫ്രണ്ട്സും ഓളെ സ്കൂളിലത്തെ ഫ്രണ്ട്സും എല്ലാം മിക്സ് ആയിട്ടാണ് കേട്ടോ ഉണ്ടായത്. ഓള് ഭയങ്കര ഹാപ്പിയിലുണ്ടായി. പിന്നെ അങ്ങനെ കുറേ ആൾക്കാരല്ല, നമ്മളേതായിട്ടുള്ള ഫാമിലി, അതായത് ഹസ്ബൻഡിൻ്റെ പെങ്ങൾ, പിന്നെ എൻ്റെ ബ്രദേഴ്സ്, പിന്നെ ബ്രദറിൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, അത്ര നമ്മളെ സർക്കിളിൽ അങ്ങനെ ഇത്. പിന്നെ മെയിനായിട്ട് നമ്മൾ നോക്കിയത് ഓൾ ഫ്രണ്ട്സാണ് കേട്ടോ. പിന്നെ ഇതാ എൻ്റെ ബ്രദർ വന്ന് രണ്ടാൾക്കുള്ള ഗിഫ്റ്റ് ഇതാ കൊടുക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും വരുമ്പോൾ രണ്ടാൾക്കുള്ളത് കൊണ്ടേ വരും. അപ്പോൾ ഇതാ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. രണ്ടാളത് സെയിം മന്തിൽ തന്നെയാണ് കേട്ടോ ബർത്ത്ഡേ, പക്ഷേ ഡേറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അധികം നമ്മൾ ഒന്നെങ്കിൽ രണ്ടാളതും ഒരേ ഡേ ആക്കും, അല്ലെങ്കിൽ എന്താ പറയുക എല്ലാവർക്കും ലീവ് കിട്ടിയ ദിവസം അങ്ങനെയാണ് കേട്ടോ വെക്കൽ. അപ്പോൾ ഇപ്രാവശ്യം മെയിൻ മന്നുവിൻ്റെ അന്ന് നോക്കിയത്. പിന്നെ ഇത് മന്നുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. ഓളെ ക്ലാസ്മേറ്റാണ്, ഓളെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഓൾക്ക് അറിയാതെ സർപ്രൈസിലാണ് കേട്ടോ ഓളെ അമ്മ കൊണ്ടുവന്നിട്ടുണ്ടായത്. ഓളെ കണ്ടിട്ടാകുമ്പോൾ പിന്നെ ഓൾക്കൊന്നും വേണ്ട, ഭയങ്കര ഹാപ്പിയായി. പിന്നെ അടുത്തത് കേക്ക് കട്ടാക്കലാണ്. കുറച്ച് ലേറ്റായി പോയിട്ടാ, നമ്മളൊരു പ്രധാന ഗസ്റ്റ് വരാനുണ്ട്. ഓർ വെയിറ്റാക്കിയിട്ട് കുറേ സമയം ലേറ്റായിപ്പോയി. അതിനുകൊണ്ട് ഏകദേശം ഫ്രണ്ട്സ് എല്ലാം വന്ന് വിഷ് ചെയ്ത് എന്താ പറയുക സ്വീറ്റ്സ് എല്ലാം കഴിച്ചിട്ട് അവർ പോയി. പിന്നെ ഞാൻ ബാക്കിയുള്ള ഫ്രണ്ട്സും ഫാമിലീസ് എല്ലാം ആയിട്ട് ഇതാ കേക്ക് കട്ടാക്കിയാണ്. ഓൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, അതാണ് നമുക്ക് മെയിൻ വേണ്ടത്. പിന്നെ ഇതാ കേക്ക് കട്ടാക്കി ഫാമിലീനും ഫ്രണ്ട്സിനെല്ലാം കൊടുക്കലാന്ന് അടുത്ത ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ചാച്ചാ കൊടുത്തേ ഫ്രണ്ട്സിനും ഐഷ കൊടുത്തേ അപ്പോൾ ഇതാ കേക്കെല്ലാം കട്ട് ചെയ്ത് ഫ്രണ്ട്സിനെല്ലാം കൊടുത്തിട്ടാ മൻഹ ഭയങ്കര ഹാപ്പി. അതാണ് നമുക്ക് ശരിക്കായിട്ട് വേണ്ടത്. ഓള് പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ട്സാണ് പപ്പ മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഓള് ഫ്രണ്ട്സിനെല്ലാം കൂട്ടിയിട്ട് തന്നെ ശരിക്കും കൊടുത്ത്. പിന്നെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം തിരിച്ചു പോയിട്ടുണ്ടായിട്ടാണ്, കാരണം കുറേ ലേറ്റായിന് കേക്ക് കട്ടാക്കും. കാരണം ആൾക്കാർ വരുന്നതെല്ലാം ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച ആ ഒരു ടൈമിങ്ങിന് നമുക്ക് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഓളെ ഫ്രണ്ട് എന്താ പറയുക കുറച്ച് ആൾക്കാരെല്ലാം സ്വീറ്റ്സ് എല്ലാം കഴിച്ചിട്ട് തിരിച്ചിട്ട് പോയിട്ടുണ്ടായി. ബാക്കിയുള്ള ആൾക്കാരും കൊണ്ട് ഇതാ കേക്കെല്ലാം കട്ട് ചെയ്ത് ഫ്രണ്ട്സിനും ഫാമിലീസിനെല്ലാം ഓള് കൊടുത്തിട്ടാണ്. മനുക്ക് ഭയങ്കര ഹാപ്പിയായി. ഓൾ എങ്ങനെയാണ് വിചാരിച്ചത് അതുപോലെ തന്നെ നടന്നിട്ടുണ്ട്. പിന്നെ ഓൾ ബെസ്റ്റ് ഫ്രണ്ട് വന്നതിന് ശേഷം എന്താ പറയുക ഓൾ ഭയങ്കര ഹാപ്പി. ഓളും കൊണ്ട് ഒരു കോർണറിലുണ്ടായിട്ടാണ്. പിന്നെ കേക്കെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഫുഡ് കാര്യങ്ങളെല്ലാം അതായത് ഓളെ ഫ്രണ്ട്സിന് അവർക്കെല്ലാം വേണ്ടിയിട്ട് പിസയും നമ്മൾ വലിയാൾക്ക് വേണ്ടിയിട്ട് മന്തി ബിരിയാണി അങ്ങനത്തെ എല്ലാം കേട്ടോ ഉണ്ടായത് ഫുഡായിട്ട്. അപ്പം അടുത്തത് ഫുഡ് കഴിക്കുന്ന പരിപാടിയാണ്.
അപ്പം മെയിൻ ഒരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ, ആൾ വരണത്ര ഓൺ ദ വേ ആണ്. ശരിക്കും ആ ഗസ്റ്റിനെ വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇത്ര ലോങ് ആയിപ്പോയത്. കേക്ക് കട്ടാക്കാൻ കുറേ ലേറ്റ് ആയിപ്പോയത്. പിന്നെ ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും നല്ല അടിപൊളി ഗിഫ്റ്റ് തന്നെ അവൾക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ടായി. അവൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ കേക്കെല്ലാം കഴിച്ചിട്ടാകുമ്പോൾ ആയിഷ കുട്ടി നല്ല സെറ്റായിട്ടാ. നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ കൊറിഡോറിൽ അങ്ങനെയാണ് റൂം അപ്പുറയിപ്പുറമായിട്ടാണ് ഇട്ടേണ്ടത്. അപ്പോൾ ഇവർ തന്നെയാണ് കളിക്കലും ഇതാക്കലും. അപ്പോൾ ഇപ്പോൾ ഫുള്ള് ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടാകുമ്പോൾ അവൾക്ക് മഞ്ഞുവിന് ഒറ്റയ്ക്ക് കിട്ടുന്നില്ല, അതിൻ്റെ ഒരു പണക്കെല്ലാം ഇട്ടുണ്ടായത്. പിന്നെ അവൾ സെറ്റായി, പിന്നെ ഫ്രണ്ട്സ് എല്ലാം ആയിട്ട് നല്ല മിങ്കിളാക്കി അടിപൊളിയാക്കി. അപ്പോൾ ഇതാ ഗസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ഗിഫ്റ്റെല്ലാം കൊണ്ട് വന്നിട്ടുണ്ട്. ആരെന്നല്ല ഇതാന്ന് കേട്ടോ നമ്മളെ മെയിൻ ഗസ്റ്റ്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്ത് കുറേ കഴിഞ്ഞ് കേക്കെല്ലാം കട്ടാക്കി ഫുഡെല്ലാം കഴിഞ്ഞിട്ടാണ് വന്ന ആളെത്തിയത്. എൻ്റെ അനിയനാണ്. അപ്പോൾ പാച്ചു വന്ന് പാച്ചുൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ തന്നെ. പിന്നെ പാച്ചു വന്നതിന് ശേഷം ബാക്കിയുള്ള കേക്ക് കട്ട് പരിപാടി അപ്പോൾ ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫാമിലി ഫോട്ടോ കാര്യങ്ങൾ അങ്ങനെയെല്ലാം ആയിട്ട് പിന്നെ നമ്മളെ ഫാമിലി അങ്ങനത്തെ എല്ലാം കുറച്ച് എന്താ പറയല് ടൈം സ്പെൻഡാക്കി. ഭയങ്കര രസം ഉണ്ടായിട്ടാ അന്ന്. എല്ലാവരും കൂടിയും കളിച്ചും ചിരിച്ചും ഭയങ്കര രസമുണ്ടായി. പിന്നെ ഓറ് വന്നിട്ട് ഓറും കുറച്ച് ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ച്. പക്ഷേ നല്ല അടിപൊളി ഗിഫ്റ്റാണ് കേട്ടോ കൊടുത്തത്. ഞാൻ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിന്. പക്ഷേങ്കിൽ ഓൾക്ക് അത് കിട്ടിയിട്ടാകുമ്പോൾ ഓപ്പൺ ആക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഓൾ ഫ്രണ്ട്സെല്ലാം ഉണ്ടായതുകൊണ്ട് ഫ്രണ്ട്സിൻ്റെ മുന്നേ തന്നെ ഓപ്പൺ ആക്കണം എന്ന് പറഞ്ഞ്. പിന്നെ ഈ പറഞ്ഞ പോലെ കുഞ്ഞി മോള് കരയുന്നതുകൊണ്ട് തന്നെ പിന്നെ ഓളെയും കൊണ്ട് ഞാൻ റൂമിലുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പാച്ചു വരുന്ന വീഡിയോസും കാര്യങ്ങളും അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്താ പറയല് മോളെയും കൊണ്ട് ഞാൻ റൂമിലായിപ്പോയി. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഗിഫ്റ്റെല്ലാം കൊണ്ടുവരുമ്പോൾ അത് ഫ്രണ്ട്സായിട്ട് ഓൾ ഓപ്പൺ ആക്കുമ്പോൾ കുറേയെല്ലാം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോയും കൂടി ആക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായി. എന്തായാലും പോട്ട് നമുക്ക് ഇൻഷാല്ല അടുത്ത ബർത്ത്ഡേ എല്ലാം നോക്കാം, അടിപൊളിയാക്കാൻ നോക്കാം. ആ സമയത്ത് നല്ല എന്താ പറയല് ഇതാക്കാൻ നോക്കാം. അപ്പം ഇതന്നെ പിന്നെ നമ്മളെ എന്താ പറയല് ഫാമിലി ഫോട്ടോയും ഫാമിലി ഇതായിട്ടുള്ള ഇതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് സമയം കേട്ടോ. അപ്പോൾ ഇതന്നെ ഒരു കുഞ്ഞ് ബർത്ത്ഡേ വ്ളോഗാണ്. കുറേ ലെങ്ത്തായിട്ടുള്ള വീഡിയോ തന്നെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായി. പക്ഷേ ഇതന്നെ സമയം കിട്ടിയിട്ടുണ്ടായിട്ടില്ല. എന്തായാലും നല്ല വീഡിയോസ് എല്ലാം ആയിട്ട് അടുത്തത് എടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, എന്താ പറയുക ലൈക്ക് അടിക്കുക. അപ്പോൾ പുതിയ വീഡിയോസായിട്ടും വ്ളോഗ്സായിട്ടും റെസിപ്പിയെല്ലായിട്ടും നമുക്ക് വീണ്ടും കാണാം. അതായിരിക്കും ബൈ. Your birthday, only young lady. Don't go anywhere. Young lady. മന്നുവിന്റെ കൂടെ പിക്ക് എടുത്തില്ല. മന്നു കൊണ്ടോ സെൽഫി എടുക്കുന്ന ബർത്ത്ഡേ ഗേളിന്റെ കൂടെ. Happy birthday to you. Happy birthday. I'm a gift.